നമസ്കാരം. ഈ വരുന്ന മാർച്ച് 3-ാം തീയതിയാണ് ആറ്റുകാൽ പൊങ്കാലയുള്ളത്. ആറ്റുകാൽ പൊങ്കാലയുടെ പ്രശസ്തി എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ആഗ്രഹിച്ചാണോ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടുന്നത്, ആ ആഗ്രഹം അടുത്ത പൊങ്കാലയ്ക്കുള്ളിൽ നടക്കുമെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല നിവേദിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ നിങ്ങൾക്ക് ആറ്റുകാലിൽ പോയി അമ്മയ്ക്ക് പൊങ്കാല നിവേദിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടുകളിലും ഇത് ചെയ്യാവുന്നതാണ്. ആറ്റുകാൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വീടുകളിലും പൊങ്കാല നിവേദിക്കാവുന്നതാണ്. അതിന് നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായി സമയം. അതായത് എപ്പോഴാണ് പണ്ടാര അടുപ്പിൽ തീ പകരുന്നതെന്നും എപ്പോഴാണ് നിവേദ്യം നടത്തുന്നതെന്നും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സമയക്രമം കറക്റ്റായി തന്നെ നമ്മൾ വീടുകളിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും പാലിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പം മാർച്ച് 3-ാം തീയതിയാണ് നമ്മുടെ പൊങ്കാല വരുന്നത്. ഈ മാർച്ച് 3-ാം തീയതി എപ്പോഴാണ് അടുപ്പിലേക്ക് തീ പകരുന്നതെന്നാൽ രാവിലെ 9:45 പൊങ്കാല അടുപ്പിൽ തീ പകരുന്നത്. അതുകൊണ്ട് നിങ്ങൾ വീടുകളിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങളും എന്ത് ചെയ്യണം? പൊങ്കാല അടുപ്പിലേക്ക് തീ പകരാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ പൊങ്കാല നമ്മൾ ദേവിക്ക് നിവേദ്യം നൽകുന്നത് ഉച്ചയ്ക്ക് 2:15 ഈ സമയവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ വീടുകളിലും നിങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. ആറ്റുകാൽ വരെ പോയി ചെയ്യാൻ കഴിയാത്തവർക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയും നിങ്ങൾ പൊങ്കാല ഇടുന്നതിന് മുൻപ്, നിങ്ങൾ ഇനി ആറ്റുകാൽ പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പൊങ്കാല ഇടുന്നതിന് മുൻപ് ആറ്റുകാൽ അമ്മയെ ഏതെങ്കിലും ഒരു ദിവസം വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഉത്സവം തുടങ്ങുന്നത് ഫെബ്രുവരി 23 തിങ്കളാഴ്ചയാണ് കാപ്പ് കെട്ടി കുടിയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 23 തിങ്കളാഴ്ച മുതൽ മാർച്ച് 4 വരെയാണ് ഉത്സവം വരുന്നത്. ഇതിലേതെങ്കിലും ഒരു ദിവസം വന്നിട്ട് അമ്മയുടെ അനുഗ്രഹം മേടിച്ച ശേഷം പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും നല്ലത്.